ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ +2 ബയോളജി പബ്ലിക് എക്സാം. അപ്പോൾ പിന്നെ അതിനും എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. എക്സാമിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇന്നലെ ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ട് മനഃപൂർവ്വം റിപ്ലൈ തരാണ്ടെന്നാണ്. ശരിക്കും ഇന്നലെ ഞാൻ എഴുതാൻ പോയില്ലായിരുന്നു. അതായത് ഒന്നും പഠിച്ചിട്ടില്ല ഫിസിക്സ്. എന്നാലും ഞാൻ വെറുതെ ഒന്ന് കെമിസ്ട്രി എഴുതാത്തതിന് നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് ആ റിഗ്രറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് വെറുതെങ്കിലും പോയിട്ട് എഴുതണം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് വയറിന് ചെറിയ പ്രോബ്ലം, ഫുഡ് കഴിച്ചാൽ എന്തോ തെറ്റാണെന്നുണ്ട്, റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് അവന് പോയില്ല. അതിന് നല്ല രീതിക്ക് കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാം റിവ്യൂ ഒന്നും ചെയ്തില്ല. പേപ്പർ ഇട്ടിട്ടൊക്കെ സ്വീകരിച്ചു പോട്ടെ. ഇന്നത്തെ ഒരു ദിവസം വൃത്തിയായിട്ടൊരു ദിവസമായിരുന്നു. പിന്നെ അപ്പോൾ ഇന്ന് ബയോളജീൻ്റെ എക്സാം ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നല്ലോണം പേടിച്ചിരുന്നു. കാരണം ബയോളജി ഞാൻ ബോട്ടണിയാണ് പിന്നെയും പഠിച്ചത്. സുവോളജി, മൈക്രോബ്സ്, ഹ്യൂമൻ ഹെൽത്ത് അതൊന്നും വലുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ മോളിക്കുലാർ ജസ്റ്റ് ബേസിക് സാധനം മാത്രം നോക്കി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്ക് പേടിച്ചിരുന്നു. അതായത് ഇന്നത്തെ എക്സാം ഇതുവരെ ഉണ്ടായ പോലെ ഫ്ലോപ്പ് ആകുന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ മാറി പറഞ്ഞു. അതെന്താ വെച്ചാൽ ഏറ്റവും പഠിച്ച ബോട്ടണിയാണ് പിന്നെയും കുറച്ച് പണിയായിട്ട് തോന്നി. പണി എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതായത് വൺ വേർഡ് ചോദ്യങ്ങളല്ല മിക്കതും ചോദിച്ചിരിക്കുന്നത് ബോട്ടണിയുടെ കാര്യത്തിൽ. കുറച്ച് എഴുതാനുള്ള എന്താണ് കാരണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയിൽ ചോദിച്ചിട്ടിരിക്കുന്നത്. പിന്നെ സുവോളജി വരെ പറയല്ല, ഇതുവരെ +1 +2 കൂടെ എഴുതിയതിൽ ഏറ്റവും ഈസി പേപ്പർ ആയിട്ടാണ് ഇന്നത്തെ സുവോളജി പേപ്പർ തോന്നി. അത്രയ്ക്ക് ഈസി ആയിട്ട് തോന്നി. പഠിച്ച സാധനങ്ങൾ അതേപോലെ തന്നെ അതേ ചോദ്യത്തിൽ ബേസിക് സാധനങ്ങൾ തന്നെ എല്ലാം പറയേണ്ടി വരും. അത്രയ്ക്ക് ഈസി ആയിരുന്നു സുവോളജീൻ്റെ പേപ്പർ എന്ന് പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ ഹാപ്പി. കാരണം ഞാൻ മാർക്ക് നല്ല രീതിക്ക് കുറയും വിചാരിച്ചാണ്. എന്തോ നല്ല ഭാഗ്യമുണ്ട്. സുവോളജി ഫുൾ എഴുതിയിട്ടുണ്ട്. ശരിയാണെന്നൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം ഫുൾ എഴുതിയിട്ടുണ്ട്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബോട്ടണി എനിക്ക് ടൈം തികഞ്ഞില്ല. ചില ചോദ്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അറിയാം. അതുകൊണ്ട് അത് എഴുതണം വിചാരിച്ചത്. മെയിനായിട്ട് 2 മാർക്കിൻ്റെയാണ്. 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ, അങ്ങനെ 2-3. അപ്പോൾ അങ്ങനെ എഴുതണം വിചാരിച്ചിരുന്നു. പക്ഷെ അത് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ടീച്ചർ പറ്റൂല എന്നൊക്കെ പറഞ്ഞ പേപ്പർ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയി. അതുകൊണ്ട് അത് ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നം എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പേപ്പറിൽ എന്താ ഉള്ളത് നോക്കാം. അപ്പോൾ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഇത് ആദ്യം ബോട്ടണിയാണ്. ബോട്ടണിയിലും ആദ്യം ഞാൻ എഴുതിയത് ഇതാണ് എഴുതിയത് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അതിനുശേഷം ഞാൻ എഴുതിയത് സെക്കൻഡ്. അതിനുശേഷം ഞാൻ എഴുതിയത് ഈ 2 എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ 3 ഞാൻ എഴുതിയിട്ടില്ല. 4 ഞാൻ ഡിക്ലൈനിങ് പോപ്പുലേഷനാണ് എഴുതിയത്. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഈ ചാപ്റ്റേഴ്സ് അധികം നോക്കേണ്ട ചാപ്റ്റേഴ്സാണ്. 5 എഴുതിയിട്ടുണ്ട്, ഓർമ്മയിട്ടില്ല. പിന്നെ 6 എഴുതിയിട്ടുണ്ട്, 7 എഴുതിയിട്ടുണ്ട്, 8 എഴുതിയില്ല. 8 ഞാൻ എഴുതാൻ വിചാരിച്ചിരുന്നു, 8 എഴുതിയിട്ടില്ല. 9 എഴുതിയിട്ടുണ്ട്. 9 പിന്നെ നമുക്ക് അറിയാം ഈ 1, 4 എക്സോന്യൂക്ലിയസ് റിമൂവ് ന്യൂക്ലിയേറ്റഡ് സെൻറ്റ് ടാഗ് പോളിമറൈസ് എക്സ്റ്റെൻഡ് പ്രൈമറി DNA ഇത് ഈ 3ാമത്തെ ഓപ്ഷൻ അതാണ് എഴുതിയത്. പിന്നെ 10 എഴുതിയിട്ടുണ്ടായിരുന്നു. 11 എഴുതാൻ വിചാരിച്ചിരുന്നു. അത് അറിയുന്ന ക്വസ്റ്റ്യനാണ്, പക്ഷേ എന്താ പറയുക എഴുതിയില്ല, ടൈം കിട്ടിയില്ല. പിന്നെ 12 എഴുതി, 13 എഴുതി. 13 ഇത് ഞാൻ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ടീച്ചർ പേപ്പർ അടിച്ചു. എക്സ്പോണൻഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ ഇത് എഴുതിയിട്ടുണ്ട്, ക്യാരിങ് കപ്പാസിറ്റിയാണ്. അതിനുശേഷം ഇത് 4 എഴുതിയിട്ടുണ്ട്. 15 എഴുതിയിട്ടുണ്ട്. 16 എഴുതിയില്ല. 16 ഞാൻ എഴുതാൻ വിചാരിച്ച ടൈം കിട്ടിയില്ല. അതിനുശേഷം 17 എഴുതിയിട്ടുണ്ട്. ഇതിൽ ഫംഗ്ഷൻ എനിക്ക് അറിയില്ല. ഫംഗ്ഷൻ ഞാൻ എഴുതിയത് എന്താണ്, ഫെർട്ടിലൈസ് അങ്ങനെ എന്താ എഴുതിയത്, തെറ്റാണ് 100% ഉറപ്പാണ്. പിന്നെ 18 എഴുതിയിട്ടുണ്ട്. 19 എനിക്ക് C കിട്ടിയിട്ടില്ല. B എഴുതിയിട്ടുണ്ട്, Aയും എഴുതിയിട്ടുണ്ട്. 20 ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 19 ഫുൾ എഴുതിയിട്ടുണ്ട്. ഈ സുവോളജിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ മൊത്തം സിമ്പിൾ സാധനങ്ങളായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഡൗട്ട് ഉണ്ട്, ശരിയാണെന്ന് അറിയില്ല. പിന്നെ ക്വസ്റ്റൻസ് ഉണ്ടല്ലോ, ടോൺസിൽസ് ആണ് എഴുതിയത്. രണ്ടാമത് കോപ്പർലിൻസ് IUD. പിന്നെ ഇത് അഫക്റ്റഡ് മെയിലും, ഇത് നോർമൽ മീറ്റിങ്ങും, ഇത് കൊളസ്ട്രോമാണ്, ഇത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ഇതാണ് എഴുതിയിട്ടുള്ളത്. 6 ഈസിയാണ് എഴുതി. ഇവിടെ കോർപ്പസ് ലൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അതിന് 7 എഴുതി. 8 എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. 7 നല്ലോണം അറിയാം, കുറേ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ 2 എഴുതിയത്, കൃത്യമായിട്ട് കറക്കി കുത്തി എഴുതിയതാണ്. ഇത് എഴുതി നല്ല സംഭവം പഠിച്ച സാധനം. ഇത് എഴുതിയിട്ടുണ്ട്. ഇവിടെ FSH അതൊക്കെയാണ്. പിന്നെ 11 എഴുതിയിട്ടുണ്ട്. അതായത് 1, 4, 2, 3 അങ്ങനെയാണ് എഴുതിയത്. 12 എഴുതിയിട്ടുണ്ട്. 1 DNA ഫിംഗർ പ്രിൻറ്റിങ്, 2, 4 ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഇത് എർവിൻ ചർഗാഫ് റേഷ്യോ ഗാൻ സൈറ്റോസിൻ ഈക്വൽ ടു 1. ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അതാണ് എഴുതിയിട്ടുള്ളത്. ഇതും എഴുതിയിട്ടുണ്ട്. 13 എഴുതിയിട്ടുണ്ട്. 14 എഴുതിയിട്ടുണ്ട്. മില്ലറിൻ്റെ പേര് ഫുള്ളും കിട്ടിയില്ല. ഞാൻ മില്ലറിനെ എഴുതിച്ചത്. അതേപോലെ എയിമും എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ബേഴ്സ് ഡാർവിൻ ഫിഞ്ചസ്, അതേപോലെ ഗാലപ്പഗോസ് ഐലൻഡ്, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഇതും എഴുതിയിട്ടുണ്ട്. 16 ടിക്കറ്റ് ഇല്ലെന്നുള്ള സാധനം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇത് ആദ്യത്തെ ഡൗൺ സിൻഡ്രോം, ഇത് ടേണർ സിൻഡ്രോം, ഇത് ക്ലിൻഫെൽറ്റ് സിൻഡ്രോം, അതാണ് സിംറ്റമും എഴുതിയിട്ടുണ്ട്. ST സിമ്പിൾ ആയിരുന്നു, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. 2 നമ്മൾ ഗോണേറിയ, അതേപോലെ എയ്ഡ്സ്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നത്, അത് എഴുതിയിട്ടുണ്ട്. അതിനുള്ള പ്രിവെൻറ്റിംഗ് മെത്തേഡ്സും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം എഴുതിയത് 20 എഴുതിയിട്ടില്ല, 19 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബയോളജിൻ്റെ എക്സാമിനേറ്റ് ഇത്ര പറയാനുള്ള ഈസി ആയിരുന്നു. അതിനും എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. നല്ല മക്കളായ CBSE മക്കളോട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഫിസിക്സിൻ്റെ എക്സാം തൊട്ടേ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ CBSE പിള്ളേർ ഇടുന്ന കുറച്ച് കമൻറ്റ് ഉണ്ട്. ആദ്യമൊക്കെ തമാശയൊക്കെ ഇട്ട് ഞാൻ തമാശ രീതിയിൽ റിപ്ലൈയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് വരാം. എൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് അറിയേണ്ട 1-2 അത്യാവശ്യം എന്നെക്കാളും കുറച്ചും കൂടെ സബ്ബുള്ള യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. എൻ്റെ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ടൊന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുത്തം കമൻറ്റ് ഇട്ടാൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ 1.5 മണിക്കൂറിൽ ചെയ്ത് തീർക്കും, അത്ര ഈസിയാണ്, ഇത്ര ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ പറയാം. ഞാൻ ആദ്യമൊക്കെ റിപ്ലൈ കൊടുത്തു, പിന്നെ അങ്ങോട്ട് പോര് നടക്കുകയാണ്. അപ്പോൾ അത് വേണ്ടാന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇന്നും വന്നിട്ട് പറയും ബയോളജി ഞങ്ങൾക്ക് ആനയാണ്, ചൈനയാണ്, ടഫാണൊക്കെ. ഒന്നും പറയാമല്ലോ. എന്നാൽ പിന്നെ സ്റ്റേറ്റ് ഒന്ന് പഠിച്ചാൽ പോരെ നിങ്ങൾക്ക്. CBSE നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ CBSE സ്റ്റേറ്റും രണ്ടും പഠിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ,
പക്ഷേ രണ്ടും സിലബസ് വ്യത്യാസമുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, രണ്ടിൻ്റെ ടീച്ചിങ് സ്റ്റൈലും സ്കൂളും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ എക്സാം പാറ്റേൺ അല്ല CBSEൻ്റെ എക്സാം പാറ്റേൺ, അത് ആദ്യം മനസ്സിലാക്കുക. സ്റ്റുഡൻസ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഈ സിലബസും പഠിപ്പിക്കുന്ന രീതിയും എക്സാം പാറ്റേണും എല്ലാം വ്യത്യാസമുണ്ട്. നിങ്ങൾ ആദ്യം നോക്കണേ നിങ്ങളുടെ മോഡൽ എക്സാം മാത്സ് നോക്കുക, ഈ പബ്ലിക് എക്സാം മാത്സ് നോക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. മോഡൽ എക്സാം എന്ന് പറയുകയാണെങ്കിൽ ഒരു മോഡലായി മാറണം, എന്നാൽ വെയിറ്റേജിനടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടാണ് മാത്സിൻ്റെ പബ്ലിക് എക്സാം നേരെ ഉൾട്ടയാക്കി തിരിച്ചത്. അപ്പോൾ അതിന് പ്രതികരിക്കാണ്ട് പറ്റില്ല, കാരണം അല്ലെങ്കിൽ മോഡലെങ്കിലും അങ്ങനെ ആക്കിയില്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് വെയിറ്റേജ് വരെ മാറ്റിയ രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ കുറച്ച് പറയണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ഒക്കെ ഇടാൻ വെച്ചാൽ വേണ്ട വെച്ച് ഇവിടെ ചെയ്ത് നിർത്തുകയാണ്. കൂടുതലൊന്നും അവരുടെ അടുത്തൊന്നും പറയാല്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ. ഇനി ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇനി മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ, എനിക്ക് മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് നല്ല രീതിക്ക് പഠിക്കുക. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം വരാൻ കിടക്കുന്നുണ്ട്, നല്ല സെറ്റ് ആക്കണം. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.